ഇന്ത്യ ഔദ്യോഗികമായി പോർട്ട് ആക്രമിച്ചിട്ടില്ല എന്ന് വ്യക്തത വരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാന നഗരങ്ങൾ ആക്രമിക്കുക എന്ന് വെച്ചാൽ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് കടന്നതാണ്. ഇന്ത്യ അങ്ങനെ വാറൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ കാര്യങ്ങൾക്ക് നേരം വിളിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു ഇന്ത്യ ഒരു പ്രതിരോധത്തിനപ്പുറം പോയിട്ട് വലിയ തോതിലുള്ള ഒരു ആക്രമണം അപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കേൾക്കുന്ന ഈ വാർത്തകൾ ആൻഡ് വിഷ്വൽസ് ആൻഡ് ട്വീറ്റുകൾ, ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ നമുക്ക് ഏതൊക്കെ സംഗതികളാണെന്ന് വെരിഫൈ ചെയ്യാൻ കഴിയുക, ഓതന്റിക് ആണെന്ന് പറയാൻ പറ്റുക? നിഷാദ്, തീർച്ചയായും ഇപ്പോൾ വരുന്ന വാർത്തകളിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു കൃത്യമായ സ്ഥിരീകരണം വരുത്തേണ്ടത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയമൊപ്പം വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ സൈന്യവുമാണ്. ഏതൊക്കെ തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇന്നലെ കറാച്ചിയിലെ പറഞ്ഞിരിക്കുന്ന പോർട്ട് അവിടേക്ക് ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണം ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകൾ വലിയ തോതിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ലാഹോറിലും പെഷാവറിലും ഇസ്ലാമാബാദിലെയും ആക്രമണങ്ങൾ. പക്ഷേ പാകിസ്ഥാനിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് പല തരത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച്, അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലാഹോറിലും പെഷാവറിലും ഇസ്ലാമാബാദിലും വലിയ തോതിലുള്ള തിരിച്ചടികൾ പാകിസ്ഥാന് വന്നിട്ടുണ്ട്. ഇന്ത്യ കൃത്യമായ മേഖലകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഇസ്ലാമാബാദിൽ പാകിസ്ഥാന്റെ തലസ്ഥാനത്തേക്ക് നടത്തിയ ഈ തിരിച്ചടിയാണ്. ആ തിരിച്ചടി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരു 20 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഒരു സ്ഫോടനമുണ്ടായി. അതിന് പിന്നാലെ അദ്ദേഹത്തെ ഷഹബാസ് ഷെറീഫിനെ മറ്റൊരിടത്തേക്ക് മാറ്റി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി തന്നെ വന്നിരുന്നു. ഒപ്പം പാകിസ്ഥാൻ മേധാവി, സൈനിക മേധാവി അസീം മുനീറിനെ ഇന്നലെ രാത്രി വന്ന വാർത്ത എന്ന് പറയുന്നത് അസീം മുനീറിനെ അവിടെ അദ്ദേഹത്തിനെതിരെ അസീം മുനീറിനെതിരെ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം സൈന്യത്തിനകത്ത് തന്നെ ഉണ്ടായി. അവിടെ ഒരു അട്ടിമറി ശ്രമത്തിനുള്ള സാധ്യതയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് അസീം മുനീറിനെതിരെയും സർക്കാർ നടപടിയെടുക്കുന്നു, അസീം മുനീറിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഇന്നലെ രാത്രി തന്നെ വന്നിരുന്നു. പക്ഷേ ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഏറെക്കുറെ കുറെ കൂടി ഔദ്യോഗിക രീതിയിലേക്ക് വരാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം കൂടി ഈ സമയത്ത് പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ക്വറ്റ എന്ന് പറയുന്ന പ്രവിശ്യ, അവിടെ അത് സൈനിക കേന്ദ്രം, അത് ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അവിടെ 5 ഇടങ്ങളിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആളുകളും ഒപ്പം തന്നെ പാകിസ്ഥാൻ സൈന്യവും നേർക്കുനേർ ഏറ്റുമുട്ടി എന്ന് പറയുന്നത്. അവിടെ സൈനിക താവളത്തിലേക്ക് ബലൂച്ച് ലിബറേഷൻ ആർമി അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്നലെ നമ്മളൊരു ദൃശ്യം കണ്ടിരുന്നു. പാക് സേന സഞ്ചരിക്കുന്ന ഒരു വാഹനം, 10 സൈനികർ കൊല്ലപ്പെട്ട ഒരു ദൃശ്യം ഇന്നലെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമി ഈ സമയത്ത് ബലൂചിസ്ഥാനിൽ വലിയ തോതിൽ പാകിസ്ഥാൻ അകത്ത് ആഭ്യന്തര കലഹം വലിയ തോതിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന കാര്യം തന്നെയാണ്. ഒപ്പം എടുത്തു പറയേണ്ടത്, ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ തെഹരികെ ഇൻസാഫ് അവരുടെ പാർട്ടി ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി. ലാഹോറിൽ ഈ ഇന്ത്യയുടെ തിരിച്ചടികൾ നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു പ്രക്ഷോഭവും അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ 2 കാര്യങ്ങളാണ്. പക്ഷേ ഏതൊക്കെ നഗരങ്ങളിൽ ഏതൊക്കെ ആക്രമണങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തന്നെ അത് വരേണ്ടതുണ്ട്. മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ ലാഹോറിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തിരുന്നു. അത് പാകിസ്ഥാനും ഇന്ത്യയും ഒരേപോലെ സ്ഥിരീകരിച്ച കാര്യമാണ്. ഇത് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ലക്ഷ്യം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ നിന്നുള്ള ട്വിറ്റർ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ പല ട്വിറ്റർ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ മറയിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള അവരുടെ വേർഷൻ എന്നുള്ള രീതിയിൽ വരുന്ന വാർത്തകൾ അത് വിശ്വസനീയമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം അല്പസമയത്തിനകം വരും മണിക്കൂറുകൾ നൽകുന്ന സ്ഥിരീകരണം അതിനെ മാത്രമായിരിക്കും നമ്മൾ ആശ്രയിക്കുക. തീർച്ചയായും അന്തർദേശീയ മാധ്യമങ്ങൾ പലതരത്തിൽ പല കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള സ്ഥിരീകരണം അവിടെ നിന്ന് വന്നിട്ടില്ല. അവിടെ ഒരു കാര്യം ഉറപ്പാണ്, ആഭ്യന്തര കലഹം ഒരു വശത്തുണ്ട്. ഒപ്പം തന്നെ വലിയ തോതിലുള്ള ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ അവർ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്.